പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ക്യാമ്പസ് മാസിലേക്കാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും സജീവമായിരിക്കുകയാണ് രാഷ്ട്രീയ ചർച്ച. പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കന്നി വോട്ടർമാരടക്കം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കൃത്യമായി വിലയിരുത്തുകയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് ഇന്നത്തെ ന്യൂസ് മലയാളത്തിന്റെ ക്യാമ്പസ് മാസ്. ഈ കവലകളിലും ചായക്കടകളിലും മാത്രമല്ല, കലാലയങ്ങളിലും രാഷ്ട്രീയം സജീവമാണ്. നമുക്കറിയാം, തലസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും ശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ലോ കോളേജിലാണ്. അവർക്കും നമുക്കറിയാം നിയമവിദ്യാർത്ഥികളാണ്, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവർക്കുള്ള ഒരു അഭിപ്രായം. ഗവൺമെന്റ് ലോ കോളേജിൽ ഇന്നിപ്പോൾ താണ്ടെ SFI യൂണിറ്റ് കമ്മിറ്റി നടത്തുന്ന ഇഫ്താർ വിരുന്നാണ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിന്റെ പാചകത്തിലാണ്. അവർ തന്നെയാണ് ഈ പറയുന്നത് പോലെ ഭക്ഷണം പാചകം ചെയ്യുന്നതും ഉള്ളി അരിയുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും വിദ്യാർത്ഥികൾക്ക് വിളമ്പുന്നതും എല്ലാം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് വിറകടുപ്പിലേക്ക് പാചകം മാറ്റിയത്. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പ്രതിഷേധം എന്നുള്ള രീതിയിലല്ല ഇപ്പം ഇത് ചെയ്യുന്നത്, പക്ഷേ നിസ്സഹായ അവസ്ഥയാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുമോ നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന്? ആവാൻ ചാൻസ് ഇല്ല. എന്താ പറ്റി? പിണറായി വിജയൻ മത്സരിക്കല്ലേ? എന്റെ മണ്ഡലം പാറശാലയാണ്. CK ഹരീന്ദ്രൻ തന്നെ ഇത്തവണയും വിജയിക്കും. അവിടെ ഉറപ്പായും വിജയിക്കുക. നമുക്ക് കാണാൻ പറ്റില്ല എന്തുവല്ല റോഡുകളാണ്, എന്തുവല്ല അവിടുത്തെ ആശുപത്രികളായാലും സ്കൂളുകളായാലും റോഡുകളായാലും പാലങ്ങളായാലും സുഖമായിട്ട് ജയിക്കും. അതിനൊരു മാറ്റമില്ല. ആരൊക്കെ നിന്നാലും ആരൊക്കെ വന്നാലും CK ഹരീന്ദ്രൻ കഴിഞ്ഞ് അവിടെ ആരുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇല്ല. ഇല്ലേ? അതെന്താ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല? സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ പിണറായി വിജയൻ തന്നെയാണല്ലോ ഉള്ളത്. കോങ്ങാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും. അവിടെ ഒരു MLA ഒരു മാറ്റം ഉണ്ടാകും. അവിടെ ഇതുവരെയുള്ള MLA വളരെ മികച്ച രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ MLA, അതായത് ആ MLA ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആ MLA വിജയിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. തുടർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അത് 10 വർഷം കേരളത്തിലെ ജനത കണ്ടാണല്ലോ ഇവിടുത്തെ വികസനമൊക്കെ. ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഏറ്റവും ഒരു മികച്ച മന്ത്രി എന്ന് തോന്നിയ ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? എനിക്ക് പേഴ്സണലി തോന്നിയത് ശിവൻകുട്ടീനെയാണ്. അപ്പം LDF UDF ഉണ്ടപ്പോൾ LDF ആണ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 10 വർഷമായാലും സംസ്ഥാനത്ത് ഒട്ടാകെ ആയാലും ബെറ്റർ എന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു കൂട്ടം സുന്ദരികളുണ്ട്. എങ്ങനെയാണ് സർക്കാരിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? സർക്കാർ വളരെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുഞ്ഞായിരുന്നു, അപ്പോൾ ഒരുപാട് കലാമിറ്റീസ് വന്ന് അതിനെ കറക്റ്റായിട്ട് ഇപ്പോൾ നിപ്പ ആയിക്കോട്ടെ, പിന്നെ ഇതുപോലെ കൊറോണ, എല്ലാ കാര്യങ്ങളെയും നല്ല രീതിക്ക് ചെറുത്ത് നിർത്തി പോയിട്ടുണ്ട്. തുടർഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തുടർഭരണം വരുവാണെങ്കിലും ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ വരാൻ നോക്കുക. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു യുക്തിപൂർണമായിട്ട് ഒരു തീരുമാനമാണ് എടുക്കുക. MLA എന്ന രീതിയിൽ പ്രതിഭയും പരാജയമായിരുന്നു കഴിഞ്ഞ 2 ടേമുകളായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുണ്ട്. ഏറ്റവും മോശം മാർക്ക് കിട്ടിയിട്ടുള്ള MLA ആണ് G. സ്റ്റീഫൻ. അരുവിക്കരയിടയ്ക്ക് സ്ഥിരമായി എന്ന് വെച്ചാൽ കാർത്തികേയൻ സാറൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തനതായ ചില വികസനങ്ങൾ വരാറുണ്ട്, പ്രോജക്റ്റുകൾ. ഇതൊന്നും അവിടെ വന്നിട്ടില്ല. ഇതുവരെയുള്ള ഭരണങ്ങൾ നല്ലതായിരുന്നു, പക്ഷേ വിട്ടുവീഴ്ചകൾ ഉണ്ടാവാം. ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെക്കാളും കേരളയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മോശമാണ്. ഇത്ര നേരം ഇവരോട് സംസാരിച്ചപ്പോൾ നിനക്ക് എന്താ തോന്നിയേ?
ഈ ജെൻസി വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം ഇത്രയും നേരം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. കേരളത്തിൽ നടക്കുന്നതിനെ പറ്റിയിട്ടും ഈ ലോകത്ത് നടക്കുന്നതിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. ഇപ്പോൾ സംസാരിച്ച പലരും ഈ കന്നി വോട്ടർമാരൊക്കെയാണ്. പക്ഷേ ഈ കന്നി വോട്ടർമാർ കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായും ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ വോട്ട് ചെയ്യുക. അവരുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരുടെ ആ വോട്ടുകൾ പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വരെ മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇറങ്ങാം അല്ലേ? തൽക്കാലം നമുക്ക് ഇറങ്ങാം. അപ്പം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും കൃഷ്ണപ്രസാദിനും ചന്തു പ്രവദിനൊപ്പം ദേവൻ MP, സനീറ്റ.